Hello, children. Welcome to We Care E-Education, only at CBSE Manglish. Hope you all are ready for today's lesson. So, all of you take out your textbook, be ready with your notebook and your pen. And here we go. Children, today we'll be beginning with your first lesson, that is tracing changes through 1,000 years. അപ്പോൾ ഇത്ര വലിയ ഹെഡിങ് ഒക്കെ കണ്ട് പേടിക്കേണ്ട. ഇതിൻ്റെ അർത്ഥം എന്താണ്? കുറേ വർഷങ്ങളിൽ എന്തൊക്കെ മാറ്റമാണ് വന്ന് അതിനെ പറ്റിയിട്ട് പഠിക്കലായിരിക്കും ഈ ലെസണിലുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ എന്ത് ഐഡിയ ആണ് നിങ്ങളെ മനസ്സിലിടുന്നത്? പണ്ട് ടെലിഫോണിൻ്റെ ലുക്ക് എങ്ങനെ ഇനി നോക്കൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ലുക്ക് മാറി. പിന്നെ ലാസ്റ്റ് ഒരു മൊബൈൽ ഫോൺ, ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് വരെ, വെർച്വൽ ഫോൺസ് വരെ വന്നു. അപ്പോൾ ദീസ് ആർ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻഡ് ത്രൂ മെനി ഇയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഈ എക്സാമ്പിൾ വന്ന് മൊബൈൽ ഫോണിനെ പറ്റിയിട്ടായിരുന്നു. ചേഞ്ചസ് എങ്ങനെയൊക്കെ നടന്നു, ഒരേ സംഭവത്തിൽ എങ്ങനെയൊക്കെ ചേഞ്ചസ് നടന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിസ്റ്ററി എന്താണ്? സ്റ്റഡി അബൌട്ട് ദ പാസ്റ്റ്, പഴയ കാലത്തിനെ പറ്റിയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അതിലെങ്ങനെ ചേഞ്ച് വരും? പഴയ കാലം മീൻസ് സംതിങ് ദാറ്റ് ഈസ് ഫിനിഷ്ഡ്, നോ? അപ്പോൾ അതിൽ നമ്മളെങ്ങനെ ചേഞ്ചസ് കാണാൻ കഴിയും? അതാണ് ഈ ലെസണിൽ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കാൻ പോണത്. ഹിസ്റ്ററിനെ പറ്റിയിട്ട് നമ്മളോട് പറയാൻ വന്നിരിക്കുന്ന ഹിസ്റ്റോറിയനാണ് ഇയാൾക്ക് കുറേ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ ഹിസ്റ്ററി പഠിക്കാൻ. പിന്നെ ഇയാളൊരു പ്രശ്നം എന്താണ്? what all is the problem that he is facing? Let us try to understand with this. ഇപ്പം ഹിസ്റ്ററീൻ്റെ ഒരു ഫയലാണ് ഇയാൾ ഓപ്പൺ ചെയ്തത്. പണ്ടത്തെ കുറേ ഇൻഫർമേഷൻ പാക്ക് ചെയ്ത ഒരു റോളാണിത്. ഇത് അയാൾ ഓപ്പൺ ചെയ്യുമ്പം അയാൾ എന്താ കാണുന്നത്? ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷനാണ്. ഓക്കെ, അതിൻ്റെ മുന്നേ തന്നെ ഈ സംഭവത്തിൻ്റെ ഇൻഫർമേഷൻ കുറച്ച് മാറിയിട്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഇതേ സംഭവത്തിൻ്റെ ഇൻഫർമേഷൻ ഇനിയും കുറച്ച് മാറിയിട്ടാണ്. അതിൻ്റെ മുന്നെയോ ഇതേ സംഭവത്തിൻ്റെ ഇൻഫർമേഷൻ ഇനിയും മാറിയിട്ടാണ്. ഈ റോള് തുറന്ന് നോക്കിയാൽ അറിയാം എന്തായിരിക്കും, എത്ര മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരേ തെങ്ങിന് പല റെക്കോർഡ്സായിട്ട് ഹിസ്റ്ററിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചേഞ്ചസ്, ഹിസ്റ്ററിയിൽ വന്നുകൂടിയ ചേഞ്ചസ് നമ്മൾ കാണാൻ പോണത്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദിസ് ഈസ് എ ഡയഗ്രാം ഗിവൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഈ ഡയഗ്രാമിൻ്റെ തന്ന പേജിൽ തന്നെ നിങ്ങൾക്കൊരു പുതിയ വേർഡും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കാർട്ടോഗ്രാഫർ. അതിൻ്റെ അർത്ഥം എ പേഴ്സൺ ഹു മേക്സ് മാപ്സ്. അപ്പോൾ ഇതൊരു മാപ്പാണ്. കാർട്ടോഗ്രാഫർ ആരാണ്? മാപ്പ് ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് മാതിരിയല്ല, പണ്ടൊക്കെ മാപ്പ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ പണിയായിരുന്നു. അപ്പോൾ അത്ര അക്യൂറേറ്റ് ആയിട്ടൊന്നും കിട്ടൂല. ഈ ഉണ്ടാക്കിയ മാപ്പ് ആരാണ്? ഇതൊരു അറബ് ജിയോഗ്രാഫർ അൽ ഇദ്രീസി, അവരുണ്ടാക്കിയ മാപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എഴുതിയ വാക്കുകളൊക്കെ അറബിയിലാണ്. എന്നിട്ട് ഇത് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് നോക്കൂ, നമ്മൾ ഇന്ത്യൻ്റെ പെനിൻസുലാർ റീജിയനാണ്. എന്നിട്ട് ഇത് കാണിച്ചത് ശ്രീലങ്കനെ കൊണ്ടാണ് ഉദ്ദേശിച്ചത്. മാപ്പ് ഉണ്ടാക്കിയ ആൾ അതിനെ ശ്രീലങ്ക ആയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പണ്ടത്തെ മാപ്പായിരുന്നു. ഓക്കെ, ഇതേ വേൾഡ് മാപ്പ്, ഇങ്ങനത്തെ വേൾഡ് മാപ്പ് തന്നെ കുറേ കാലത്തിൻ്റെ ശേഷം മേ ബി ബൈ 1720s ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലുക്ക് നോക്കൂ. അത് കുറേയൊക്കെ നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേ മാപ്പിൻ്റെ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയാണ് മാത്രം ഇപ്പോൾ കാണിക്കുന്നത്, വേൾഡ് മാപ്പാണ് ഇയാൾ അറ്റംപ്റ്റ് ചെയ്തുണ്ടാക്കാൻ. അപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ഹിസ്റ്ററിയിൽ കുറേ ആസ് ദ ഇൻഫർമേഷൻ കമ്പൈലിംഗ് ഗോട്ട് ബെറ്റർ, ഡിഫറൻസ് ഇൻ ദ റെക്കോർഡിംഗ് ഓൾസോ ഹാപ്പൻഡ്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്താണ്? അങ്ങനെയാണ് ഹിസ്റ്ററിയിൽ ചേഞ്ചസ് നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്, ഹിസ്റ്ററിയിൽ ഈ പിക്ചർ അല്ലാതെ കുറേ ടേംസിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ ഫോറിനർ. ഇപ്പോൾ ഒരു ഹിസ്റ്റോറിയൻക്ക് ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഫോറിനർ എന്ന് പറഞ്ഞാൽ ഓൻ ഏതെങ്കിലും ഒരു മാനസ്ക്രിപ്റ്റ് വായിക്കുകയാണ്. അപ്പോൾ ഓൻ അത് ഫസ്റ്റ് നോക്കുന്നത് ഏത് കാലത്തെ മാനസ്ക്രിപ്റ്റ് ആണെന്ന്. If it is the manuscript of today,
അപ്പോൾ ആ മാനസ്ക്രിപ്റ്റിൽ ഒരു വേർഡ് ഫോറിനർ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംവൺ ഹൂ ഈസ് നോട്ട് എൻ ഇന്ത്യൻ. കറക്റ്റ്. നമ്മളൊക്കെ അമേരിക്കന്മാരോ ജപ്പാനീസോ അവരൊക്കെ അല്ലേ നമുക്ക് ഫോറിനേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ സംവൺ ഹൂ ഈസ് നോട്ട് എൻ ഇന്ത്യൻ വി കോൾ ദം ആസ് എ ഫോറിനർ. പക്ഷെ മെഡീവിയൽ പീരിയഡ് ആ കാലഘട്ടത്തിൽ ഈ വേർഡ് യൂസ് ചെയ്തത്, ഫോറിനർ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തത് ഒരു സ്ട്രേഞ്ചറിനാണ്, ടു എനി സ്ട്രേഞ്ചർ. ഇപ്പോൾ സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു വില്ലേജ് താമസിക്കുകയാണെങ്കിൽ മറ്റ് സിറ്റിയിൽ നിന്ന് വരുന്ന ഒരാൾ, വില്ലേജേഴ്സിന് തമ്മിൽ എല്ലാവർക്കും അവരറിയാം ഈ വില്ലേജിൽ ആരൊക്കെ ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ കാണാത്തൊരു മനുഷ്യൻ അടുത്തുള്ള സിറ്റിയിൽ നിന്ന് വന്നാലും അവർ അവനെ ഫോറിനർ എന്ന് വിളിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ അന്നത്തെ കാലത്തിൽ ഈ വേർഡിൻ്റെ മീനിങ് ആയിരുന്നു എ സ്ട്രേഞ്ചർ. അതിന് ഒരു ഹിന്ദിയിൽ പറഞ്ഞ് പർദേശി, ഇല്ലെങ്കിൽ പേർഷ്യനിൽ പറഞ്ഞ് അജ്നബി. അപ്പോൾ അജ്നബി, പർദേശി, ഫോറിനർ and all are the words used for a person who is new to the village, who does not belong to the village. Okay, there is a question in your textbook regarding this concept. Who was considered a foreigner in the past? അപ്പോൾ അതിൻ്റെ ആൻസർ എളുപ്പമല്ലേ? The one who was any stranger to a given place was considered as a foreigner. ഇനി അടുത്തത് ഇതേമാതിരി ഇപ്പോൾ ഫോറിനർ വേർഡിൽ ഒരു കൺഫ്യൂഷൻ വന്നില്ല രണ്ട് സ്ഥലത്ത്, രണ്ട് സമയത്ത്, രണ്ട് കാലഘട്ടത്തിൽ അതിന് വേറെ വേറെ മീനിങ് ആയിരുന്നു. അതേമാതിരി ഹിന്ദുസ്ഥാൻ വേർഡിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാന് 13th സെഞ്ച്വറിയിൽ അതിൻ്റെ അർത്ഥം, 16th സെഞ്ച്വറിയിൽ അതിൻ്റെ അർത്ഥം, എന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ അർത്ഥത്തിൽ മാറ്റമുണ്ട്. 13th സെഞ്ച്വറിയിൽ അതിൻ്റെ അർത്ഥം ഡിഫൈൻ ചെയ്തത് മിൻഹാജെ സിറാജ് ആയിരുന്നു. എന്നിട്ട് ഹി വാസ് എ ക്രോണിക്ലർ. ക്രോണിക്ലർ മീൻസ് വൺ ഹു അക്കോർഡിംഗ് ടു dates he writes down the events, what happened when and all, such a person. Historian. And in the 16th century it was Babur who brought forward a new idea about Hindustan. Okay, let us see what are the differences. According to Minhaj-e Siraj in the 13th century, he considered only Punjab, Haryana and the lands between the Ganga and Yamuna. He did not include South India. Okay, ആ റീജിയൻ മാത്രം, പഞ്ചാബ്, നിങ്ങൾ ഇന്ത്യൻ്റെ മാപ്പ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൽ ആ റീജിയൻ മാത്രം, പഞ്ചാബ്, ഹരിയാന, ആ സ്ഥലത്തിന് മാത്രമാണ് ഹിന്ദുസ്ഥാൻ എന്ന വേർഡ് ഓൺ യൂസ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അവൻ ആ സ്ഥലം മാത്രം ചൂസ് ചെയ്യാൻ കാരണം എന്തായിട്ട്, അതൊരു പൊളിറ്റിക്കൽ റീസൺ ആയിരുന്നു. ഇൻ എ പൊളിറ്റിക്കൽ സെൻസ് ദ ലാൻഡ്സ് ദാറ്റ് വെർ എ പാർട്ട് ഓഫ് ദ ഡൽഹി സൾട്ടനേറ്റ്, ഡൽഹി സുൽത്താൻ്റെ ഡൊമിനിയനിൽ വരുന്ന ലാൻഡിനെ മാത്രം അവൻ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു ഹിസ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹിന്ദുസ്ഥാൻ ആൻഡ് ഹി യൂസ് ദാറ്റ് വേർഡ് ഹിന്ദുസ്ഥാൻ ഫോർ ദിസ്. ഇപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ, മിൻഹാജെ സിറാജ് എഴുതിയ എന്തെങ്കിലും വാക്ക് പഠിക്കുകയാണെങ്കിൽ ആ റിട്ടേൺ വർക്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് വരാണെങ്കിൽ അപ്പോൾ ആ ഹിന്ദുസ്ഥാനിൽ കേരളം ഒന്നും പെടില്ല. കേരളം വന്ന് സൗത്ത് ഇന്ത്യയിലല്ലേ, അപ്പം മിൻഹാജ് വന്ന് സൗത്ത് ഇന്ത്യനെ കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ബാബർ ആയിരുന്നു ഇൻ ദ 16th സെഞ്ച്വറി. അവൻ ബാബർ എന്താക്കി, ഈ ഹിന്ദുസ്ഥാൻ പറഞ്ഞ വേർഡ് ഒരു ജോഗ്രഫിക്കൽ സെൻസിൽ യൂസ് ചെയ്ത്. ജോഗ്രഫി മീൻസ് വാട്ട്? ദ ക്ലൈമറ്റ്, ദ പ്ലാന്റ്സ്, ദ സോയിൽ, എവറിത്തിങ്. ആ ഫിസിക്കൽ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട്, എന്നിട്ട് കൾച്ചർ ഓഫ് പീപ്പിൾ ആ സബ് കോണ്ടിനെൻറ്റിലുള്ള എല്ലാ പീപ്പിൾ ഒരേ കൾച്ചർ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ട് അയാളൊരു ഹിന്ദുസ്ഥാൻ്റെ വേർഡിന് ഒരു ബ്രോഡർ ഏരിയ കൊടുത്ത്. പക്ഷെ ഇന്ന് ടുഡേ വെൻ വി ആർ സീയിങ് ഹിന്ദുസ്ഥാൻ മീൻസ് ഇന്ത്യ ഇൻ എ ഹോൾ. ഓക്കെ, വി സേ നോ സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. So this is actually we are talking about the entire India. Okay, from Kashmir to Kanyakumari we consider it as Hindustan. Okay, ഈ കോൺസെപ്റ്റിനെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. In what ways has the meanings of the term Hindustan changed over the centuries? അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസർ. 13th century it meant a political sense, it had a political sense. In the 16th century it had more of a geographical sense, and in today it has a nationalism feeling in it. Okay, so that is the concept where historians have to be very careful. ഓക്കെ, ഈ ആരാണ് ഏത് പീരീഡിൽ എഴുതിയ ഇൻഫർമേഷൻ ആണ്, അപ്പോൾ ആ ഇൻഫർമേഷൻ ആ പീരീഡിൽ എഴുതെങ്കിൽ സർട്ടൻ വേർഡ്സിൻ്റെ മീനിങ്ങിന് മാറ്റമുണ്ട്. അപ്പോൾ അതൊക്കെ ഹിസ്റ്റോറിയൻസിന് ഒന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും.
ഇനി ഹിസ്റ്റോറിയൻസ് ആക്ച്വലി ഹിസ്റ്ററീനെ പഠിക്കാൻ എന്തൊക്കെ യൂസ് ചെയ്യുക? കോയിൻസ് യൂസ് ചെയ്യുക, അതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചില്ലേ. ഇൻസ്ക്രിപ്ഷൻസ് യൂസ് ചെയ്യും, ആർക്കിടെക്ചർ. ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഓർമ്മയിൽ നിങ്ങൾക്ക് ഒരു ഒരു കല്ലിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ കഷ്ണത്തിൽ ഒരു നെയിലോ ഹാമറോ കൊണ്ട് കൊത്തി കൊത്തി എഴുതി വെക്കുക, അതൊക്കെയാണ് ഇൻസ്ക്രിപ്ഷൻസ്. അപ്പോൾ ഈ ആർക്കിടെക്ചർ മീൻസ് വാട്ട്? അന്നത്തെ കാലത്തെ ബിൽഡിങ്സ്, അതിൽ എഴുതി വെച്ച ഇൻഫർമേഷൻ, അതൊക്കെ പഠിച്ചിട്ടാണ് ഹിസ്റ്റോറിയൻസ് അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ബട്ട് ദെൻ ലേറ്റർ വിത്ത് ദ ടൈം ടെക്സ്ച്വൽ റെക്കോർഡ്സും വരാൻ തുടങ്ങി. ടെക്സ്ച്വൽ റെക്കോർഡ്സ് മീൻസ് വാട്ട്? ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഓഫ് പേപ്പർ. പേപ്പർ ഇൻവെൻറ്റ് ആയതിൻ്റെ ശേഷം, സ്റ്റാർട്ടിങ്ങിൽ പേപ്പർ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു, പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പം പേപ്പർ ഒരു ചീപ്പ് സാധനം, എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു സാധനമായി മാറി. അപ്പോൾ ആഫ്റ്റർ ടെക്സ്റ്റുവൽ റെക്കോർഡ്സ് ബിക്കെയിം പോപ്പുലർ, ഈ ബാക്കി കോയിൻസും ഇൻസ്ക്രിപ്ഷൻസും അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ റെസ്ട്രിക്റ്റ് ആയി. ഇപ്പോൾ ടെക്സ്റ്റ് പേപ്പർ അവൈലബിൾ ആയപ്പോൾ ആരെങ്കിലും ഇൻസ്ക്രിപ്ഷൻ എഴുതാൻ നിൽക്കുമോ? കോയിൻസിൽ ഇൻഫർമേഷൻ എഴുതി വെക്കുമോ? പേപ്പറിലല്ലേ എല്ലാവരും എഴുതുക, അതിന് സൂക്ഷിക്കാനും എളുപ്പമാണ് പേപ്പറിന്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ലെഡ് ടു എ ചേഞ്ച് ഇൻ ദ ഹൗ ദ റെക്കോർഡ്സ് വെർ മെയിൻറ്റെയിൻഡ്. ഇപ്പോൾ ഈ ടെക്സ്ച്വൽ റെക്കോർഡ്സിൻ്റെ എന്താ പ്രോബ്ലം ഉണ്ടായത്? ടെക്സ്ച്വൽ റെക്കോർഡ്സ് വെക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഒരാളാണ് റെക്കോർഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൻ അറ്റ് ദാറ്റ് ടൈം പ്രിൻറ്റിംഗ് പ്രസ് ആൻഡ് ഓൾ വാസ് നോട്ട് ദർ. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത Ctrl+P അമർത്തിയാൽ യു ഗെറ്റ് ദ പ്രിൻ്റ് ഔട്ട്. പണ്ടത്തെ കാലത്ത് ഹിസ്റ്ററീൻ്റെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്, അന്നത്തെ കാലത്ത് പേപ്പർ വന്ന് പക്ഷെ പ്രിൻറ്റിംഗ് പ്രസ് ഇല്ല. അപ്പോൾ അവർക്ക് ആക്ച്വലി ഹാൻഡ് റിട്ടൺ ദേ ഹാവ് ടു കീപ്. So such books were called as manuscripts, handwritten work, and they were kept in a archive or library. What is an archive? A place where documents and manuscripts are stored. അപ്പോൾ അതായിരുന്നു മാനുസ്ക്രിപ്റ്റ്സ്. അന്ന് ആൾക്കാരൊക്കെ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ദാറ്റ് വാസ് എ ടെക്സ്ച്വൽ റെക്കോർഡ്. ഇനി ഈ ബുക്കിൻ്റെ ഈ നെക്സ്റ്റ് എഡിഷൻ വരുന്നല്ലേ, ഇവിടുന്ന് എല്ലാവർക്കും അത് മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നെങ്കിൽ ഈ ബുക്കിൻ്റെ കോപ്പീസിൻ്റെ ആവശ്യം വന്ന്. അപ്പോൾ ഈ കോപ്പീസ് എടുക്കാൻ അന്ന് പ്രിൻറ്റിംഗ് പ്രസ് ഒന്നുമില്ല, അപ്പം സെറോക്സ് മെഷീൻ ഒന്നുമില്ല. അപ്പോൾ അന്നത്തെ കാലത്തിൽ കുറേ സ്ക്രൈബ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. സ്ക്രൈബ്സ് ആരാണ്? ദ പേഴ്സൺസ് ഹു ക്യാൻ റൈറ്റ്. ദേ കോപ്പി ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദേ മേക്ക് എ ന്യൂ കോപ്പി ഓഫ് ദ ഒറിജിനൽ വേർഷൻ. അപ്പോൾ ഈ സ്ക്രൈബ്സ് എന്താക്കും? ആ കോപ്പി ചെയ്യുമ്പം ചില മിസ്റ്റേക്സിൽ ഇതിൽ വന്നു, അവരുണ്ടാക്കുന്ന കോപ്പിയിൽ മിസ്റ്റേക്സ് ഇൻക്ലൂഡ് ആയിപ്പോവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ടിൻ്റെ ഹോംവർക്ക് ഒന്ന് ചോദിച്ചത് കോപ്പി ചെയ്യാണ്, അതൊക്കെ സാധാരണയല്ലേ, നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഹോംവർക്ക് നമ്മൾ കോപ്പി ചെയ്യുമ്പം ആ ബുക്കിൽ എഴുതിയ 2-3 സെൻറ്റൻസ് നിങ്ങൾക്ക് തീരെ മനസ്സിലാവണില്ല. അപ്പോൾ നിങ്ങൾ എന്താക്കും? ആ സ്ഥലം ബ്ലാങ്ക് ആക്കി വിട്ട് പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്ത് കറക്റ്റ് സെൻറ്റൻസ് ഒക്കെ കിട്ടി അവിടെ ഫിൽ ചെയ്യും. അങ്ങനെ ചെയ്യും ആരെങ്കിലും? ആരും അങ്ങനെ ചെയ്യില്ല. നമ്മൾ എന്താക്കും? മനസ്സിലായില്ലെങ്കിലും വേണ്ടിയില്ല, അല്ലാതെ എങ്ങനെ മനസ്സിലാകാൻ അങ്ങനെ എഴുതി വെക്കും അല്ലേ. ചിലപ്പോൾ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മളത് അങ്ങനെ തന്നെ എഴുതി വെക്കും. സോ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ടാവും ഈ സ്ക്രൈബ്സിൻ്റെ മുന്നിൽ. ഒറിജിനലിൻ്റെ പകർത്തി ഒരു കോപ്പി ഉണ്ടാക്കുമ്പം ചിലപ്പോൾ എന്താക്കും? 1-2 സെൻറ്റൻസ് ഇവർ സ്വയം ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ അറിയാതെ 2-3 സെൻറ്റൻസ് മൈനസ് ആയിപ്പോവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കോപ്പി ആയി വന്ന് ലാസ്റ്റിൽ കുറേ വേർഷൻസ് അതിൻ്റെ പ്രൊഡ്യൂസ് ആവും. ഒറിജിനൽ കോപ്പീൻ്റെ കുറേ വേർഷൻസ് വരും. ഈ എല്ലാ വേർഷൻസ് ഇപ്പോൾ ഹിസ്റ്റോറിയൻസ് പഠിക്കാനിരിക്കുമ്പോൾ എന്താ പ്രശ്നം? എല്ലാത്തിലും ഇൻഫർമേഷൻ വേറെ വേറെ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഹിസ്റ്റോറിയൻസിനൊരു ടെക്സ്ച്വൽ റെക്കോർഡ്സ് നോക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നത്. they have to go through different versions of the same text, because finally ഒരു ലേറ്റസ്റ്റ് വേർഷൻ നോക്കുമ്പം അവർക്ക് മേക്കൗട്ട് തന്നെ ചെയ്യാൻ പറ്റൂല, കവി എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് എന്താക്കണോ? കുറേ വേർഷൻസ് ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഏത് വേർഷൻ ആയിരിക്കും ഏറ്റവും ക്ലോസസ്റ്റ് ടു ദ ഒറിജിനൽ അത് ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് they can record it as a part of history. അപ്പോൾ this again you have as a question in your textbook. What are the difficulties historians face in using manuscripts? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതായി വരും. അപ്പോൾ ഹിസ്റ്ററി ആക്ച്വലി ചിൽഡ്രൻ എന്നും കുറച്ച് നമ്മൾ പഠിക്കുമ്പോൾ തോനെ പഠിച്ചാൽ ഓവർ ഡോസ് ആയിപ്പോവും. കുറച്ച് പഠിച്ചാൽ അത് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ആക്ച്വലി ഞാൻ നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്ത മാതിരിയല്ല, ഇതൊരു മൈൻഡ് മാപ്പ് മാതിരി നിങ്ങൾക്ക് മനസ്സിൽ പതിയാൻ എളുപ്പമാവുന്ന മാതിരി ആക്കിയിട്ടുണ്ട്.
ഇനി നിങ്ങളൊന്ന് ടെക്സ്റ്റ് റീഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ കേട്ട സ്ഥിതിക്ക്. എന്നിട്ട് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈസി ടു ലേൺ നോട്ട്സ് ഇതേ രീതിയിൽ പോയിന്റ് വൈസ് ആക്കി ഈസി ഇംഗ്ലീഷിൽ നോട്ട്സ് അവൈലബിൾ ആണ്. അതെവിടാണ്? വാട്സാപ്പ് ഗ്രൂപ്പിൽ. So if you are interested, join now. Okay children, bye.